ഹാപ്പി ഓണം. ഇന്ന് വന്നിട്ട് ഉത്രാടം ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഉത്രാടം ഡേയിൽ കൂടാതെ തന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡേ കൂടെയാണ്. സോ ഈ ഒരു വ്ളോഗ് കംപ്ലീറ്റ് ആയിട്ട് കാണുക, എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും എണീറ്റുണ്ടായിരുന്നേ. 7 മണിക്കായി എണീറ്റു. പിന്നെ 2 മിനിറ്റ് ഇതേ ഇങ്ങനെ നിൽക്കും കേട്ടോ, ഫ്രണ്ടിൽ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കും. ശേഷം ഇനി നമുക്ക് പൂക്കളം ഒരുക്കണം എന്നുള്ള ടാസ്ക്കാണ്. ഇപ്പോൾ 10 ദിവസമായിട്ട് നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പം ഞാൻ വേഗം തന്നെ ഇനി പൂവിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണ്. നമ്മളടുത്ത് കുറച്ച് പൂവ് 2 ദിവസം മുന്നേ വാങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നലെ വന്നിട്ട് നല്ല ലേറ്റായ വീട്ടിലെത്തിയ 10 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ അത് കാരണം നമ്മളൊന്നും അരിഞ്ഞു വെച്ചിട്ടൊന്നുമില്ലായിരുന്നു. അപ്പു ആണെങ്കിൽ എണീറ്റിട്ടുമില്ല കേട്ടോ. അപ്പോൾ അപ്പു എണീക്കുന്ന മുന്നേ തലേന്നത്തെ പൂക്കളും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞ് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഇന്നൊരു 9 മണിയാകുമ്പോഴേക്കും നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. സോ പെട്ടെന്ന് തന്നെ തീർക്കണം. നമുക്ക് ഒരുപാട് നേരം ഡിസൈനൊന്നും ആലോചിച്ചിരിക്കാനുള്ള നേരമില്ല. അത് മാത്രമല്ല, അല്ലെങ്കിലും എനിക്കങ്ങനെ പൂക്കളത്തിൻ്റെ ഡിസൈൻ അത്ര സെറ്റപ്പ് ആക്കി ഇടുക അതിനോടൊന്നും അങ്ങനെ എനിക്ക് വലിയ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, ഒരു കമ്പൊന്നും ഇല്ല കേട്ടോ. എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് എനിക്ക് തന്നെ അറിയാവുന്നത് കൊണ്ടായിരിക്കാം മേ ബി. എന്തൊക്കെയായാലും ഞാൻ വേഗം തന്നെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിക്കുകയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അമ്മ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് പിന്നെ ഉപ്പുമാവായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. ഇന്ന് എല്ലാവരും സ്ലോ ആയിരുന്നു മൊത്തത്തിൽ. അച്ഛനും പോയിട്ടൊന്നുമില്ലായിരുന്നു. പിന്നെ ആർക്കും വലിയ തിരക്കില്ലാത്ത കാരണം ഒക്കെ സ്ലോ ആണ്. പിന്നെ വന്നിട്ട് ഇന്ന് ഉത്രാട സദ്യ അമ്പലത്തിൽ നിന്നാണ് കേട്ടോ. സോ ഫുഡൊന്നും നമുക്ക് ഉണ്ടാക്കണ്ട. അത് കാരണം ഒക്കെ ഒന്ന് സ്ലോ ആയിട്ടായിരുന്നു. അപ്പു ഇതേ അപ്പോഴേക്ക് എണീറ്റ് വന്നിട്ടുണ്ട്. ഇനി അപ്പു എനിക്ക് പൂവൊക്കെ അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട്. പിന്നെ അച്ചു കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം അത്രയും പൂവുണ്ടായിരുന്നു അരിയാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നിട്ട് അമ്മ ചർച്ചയിലാണ്. എന്താണ് ഓണം, തിരുവോണത്തിന് എന്താണ് ഉണ്ടാക്കുക, എന്തൊക്കെ സാധനം വാങ്ങണം, അതിൻ്റെയൊക്കെ ഒരു തത്രപ്പാടിലാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ വേഗം തന്നെ പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ വരച്ചു കേട്ടോ. ഫോൺ അപ്പോഴേക്ക് ചാർജൊക്കെ തീർന്ന കാരണം എനിക്കതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ആ ഒരു പൂക്കളം ഡിസൈന് റൗണ്ട് ആണോ അതോ വല്ല മുട്ടയുടെ ഷേപ്പ് വന്നോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. നിങ്ങൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് പറയാൻ മറക്കരുത്. പിന്നെ വന്നിട്ട് നിങ്ങളുടെയൊക്കെ ഓണം സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഓഫീസിലെ സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതോ നാട്ടിലായിരുന്നോ സെലിബ്രേഷൻ? അത് സ്കൂളിലായിരുന്നോ സെലിബ്രേഷൻ? അല്ലെങ്കിൽ കോളേജിലായിരുന്നോ? എന്താന്നൊക്കെ ഉള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ഇതിൽ. സോ നിങ്ങൾ കമൻറ്റ് ചെയ്താലാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാനും അറിയുക. സോ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക എങ്ങനെയുണ്ട് നിങ്ങളുടെ ഉത്രാട ദിവസം അല്ലെങ്കിൽ ഓണം സെലിബ്രേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നാണെങ്കിൽ നമുക്ക് ലോങ് വീഡിയോ ഇടേണ്ട ഡേ ആണ്. എനിക്കാണെങ്കിൽ ഷൂട്ട് ചെയ്യാനൊന്നും ടൈമും ഉണ്ടായിരിക്കില്ല. അത് കാരണം ഞാൻ കരുതി ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ആക്കാം. 1-2 പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കുറേ ആയില്ലേ അത് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അവർക്ക് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ കൂടെയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഓണം ലുക്ക് വന്നിട്ട്, ഓണപ്പൂക്കളം വന്നിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലയെന്ന് പറയാം. പൂവ് തികഞ്ഞില്ല കേട്ടോ. അത് കാരണം കുറച്ച് ഭംഗിക്കേടൊക്കെ ഉണ്ട്. പിന്നെ റൗണ്ട് അങ്ങോട്ട് വരച്ചതുകൊണ്ട് സെറ്റായില്ല. പിന്നെ ഞാൻ വേഗം പോയിട്ട് ബ്രഷൊക്കെ ചെയ്യുകയാണ്. ഇനി കുളിച്ച് ഫ്രഷായി വേഗം തന്നെ നമുക്ക് അടുത്ത പരിപാടി നോക്കാനുണ്ട്. സോ വേഗം തന്നെ ഫ്രഷായി. അപ്പോഴേക്കും മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 2 ദിവസമായിട്ട് നല്ല മഴയാണ് അല്ലേ. അങ്ങനെ ഞാനും അപ്പം കൂടെ പിന്നെ വേഗത ഉപ്പുമാവൊക്കെ കഴിച്ചിട്ട് അടുത്ത പരിപാടി നോക്കുകയാണ്. എപ്പോഴും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്സ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണാറ്. പിന്നെ ദേ ഞാൻ കുളിച്ച് സുന്ദരിക്കുട്ടിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ഈ റെഡി ആണ് കേട്ടോ. തീരെ ടൈമില്ല, നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഇനി മഴ കാരണം ഞാൻ ഫുൾ മേക്കപ്പ് ഒലിച്ചു പോകുമെന്ന് എനിക്കറിയാം. അത് കാരണം ഞാൻ ലൈറ്റായിട്ടൊരു മേക്കപ്പേ കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് മോയ്സ്ചറൈസർ മാത്രമേ ഇടുന്നുള്ളൂ. വേറെ സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല. കാരണം എല്ലാം കൂടെ പോകും. എന്തിനാ വെറുതെ ഇത്രയും എമൗണ്ടുള്ള സിറംസൊക്കെ ഞാൻ മഴവെള്ളത്തിൽ ഒലിപ്പിച്ച് കളയുന്നത്. അത് കാരണം ഞാൻ വല്ലാണ്ടൊന്നും മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു BB ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫൗണ്ടേഷനേക്കാളും ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം BB ക്രീമാണ് കേട്ടോ. ഡെയിലി നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ എന്തോന്ന് ഇട്ടിട്ടുണ്ട് തോന്നും, എന്നാൽ നമുക്ക് അങ്ങനെ ഫുൾ മേക്കപ്പ് ഇട്ടൊന്നും തോന്നില്ല. അങ്ങനെ ഒരു ടൈപ്പ് ഒരു കവറേജ് ആണ് കേട്ടോ BB ക്രീം കിട്ടുക. BB ക്രീമാണോ CC ക്രീമാണോ? CC ക്രീമാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇത് അടിപൊളിയാണ്. ഇത് ലാക്മിയുടെ 925 CC ക്രീമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊക്കെ സെറ്റാക്കി ബ്ലെൻഡാക്കി. അപ്പോൾ ഇപ്പോൾ വരും, അപ്പോഴേക്കും എനിക്ക് സെറ്റാവണം. തല കുളിച്ചു കൂട്ടാ ഞാൻ. തലയൊക്കെ കൂടെ ഒരു ഒട്ടി നിൽക്കുന്ന പോലെ, ഭയങ്കര ഓയിലി ആയ പോലെ. അപ്പം ഞാൻ ഒന്ന് ഷാമ്പൂ ഒക്കെ ചെയ്ത് സെറ്റാക്കി. ഇനി അത് ഉണങ്ങുമോ എന്നുള്ളതാണ് ടാസ്ക് വന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഇതെനിക്ക് കൊളാബ് കിട്ടിയാണ്. നോന ഡിസൈൻസ് എന്ന് പറഞ്ഞ പേജിൽ നിന്ന് സെൻഡ് ചെയ്താണ് കേട്ടോ. അടിപൊളിയാണ്. ജീൻസിൻ്റെ ഫിറ്റ് വന്നിട്ട് കിടിലനാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടുള്ള ജീനാണ് കേട്ടോ. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. സോ ഞാനിതേ ഇങ്ങനെയാണ് ഹെയറൊക്കെ കെട്ടിയത്. അപ്പോൾ അമ്മ മാക്സിയൊക്കെ ഇട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മാക്സി കയറ്റി കുത്തി എന്ന് പറഞ്ഞിട്ട് സൈഡിലേക്ക് പോകാൻ കേട്ടോ ആൾ.
അപ്പോൾ അതേ ഞങ്ങൾ ഒരു നല്ല കാര്യത്തിന് പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചൊക്കെ ഇറങ്ങുകയാണ്. മഴ പെയ്യരുതെന്നേ ഉള്ളൂ. മഴ പെയ്ത് ആകെ ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് മഴ പെയ്യരുത് എന്ന്. മഴ കൊണ്ട് പോകാൻ ഒട്ടും ചാൻസ് ഇല്ല. എന്തായാലും പോവാണ്, ഒരു ഫ്രഷിൽ പോവാമെന്ന് കരുതി. അപ്പോൾ നമ്മളത് ഇറങ്ങുകയാണ്. അപ്പോൾ അതേ അഭി വരുന്നുണ്ട് കേട്ടോ താഴത്തുനിന്ന്. ജസ്റ്റ് അവൻ വെറുതെ ഇങ്ങനെ വരികയാണ്. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞ് അവനും അമ്പലത്തിലൊക്കെ പോകാനുള്ളത്. ഞാൻ പറഞ്ഞില്ല ഉത്രാട സദ്യയൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനും അപ്പോൾ നേരെ പോവാണ്. പോയി വന്നിട്ട് വേണം നമുക്ക് സദ്യക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ പോകുന്ന ലൊക്കേഷൻ വന്നിട്ട് മുക്കത്തേക്കാണ് കേട്ടോ പോകുന്നത്. മുക്കത്ത് അവിടെ നമ്മുടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട്. അപ്പോൾ അവനെ കൂടെ പിക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ പോകുമ്പോൾ നല്ല മഴക്കാറുണ്ട്. ഭാഗ്യത്തിന് പെയ്തില്ല, എന്നാൽ പെയ്തു എന്ന് പറഞ്ഞ അവസ്ഥയായി. ചെറുതായിട്ട് പെയ്തപ്പോൾ ഞങ്ങൾ വേഗം തന്നെ നനയണ്ടെന്ന് കരുതിയിട്ട് കയറി നിന്നു കേട്ടോ. 2 സ്ഥലത്ത് നമ്മൾ കയറി നിന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാലും വല്ലാണ്ടൊന്നും മഴയിൽ പെട്ടില്ല. എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ ഒരു ലുക്ക്? ഹെയർ നോക്കണ്ട, ഹെയർ പിന്നെ എൻ്റേത് അങ്ങനെയാണ്. എനിക്ക് ഇനിയൊന്നും ചെയ്യാനില്ല, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും എനിക്ക് അത്രയും താല്പര്യമില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളിത് വണ്ടി എടുക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മൾ ബൈക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നാണ് ഉത്രാട ദിവസമാണ് നമുക്ക് കിട്ടുന്നത്. സോ ഓണത്തിനേക്ക് എടുക്കാമെന്ന് നമ്മളെ ഒരു ആഗ്രഹവും വന്നിരുന്നത്. സോ നമ്മളവിടെ പോയപ്പോൾ അവരുടെ ഓണം സെലിബ്രേഷൻ ഡേ ഇന്നായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ഓണപ്പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വന്നിട്ട്. ഈ ഒരു മെയ്റ്റ് ബ്ലാക്ക് ആണ്. ആക്സസിൻ്റെ ലേറ്റസ്റ്റ് മോഡലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഹാമ്പറൊക്കെ ഉണ്ടായിരുന്നു. ട്രോളി ഉണ്ടായിരുന്നു. പിന്നെ കുക്കർ, തവ, ബിരിയാണി പോട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുക്കറാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളിപ്പോൾ കരുതും ഞാൻ ബൈക്ക് എടുത്തപ്പോൾ പോകുന്നു, പക്ഷെ പോവില്ല. ജസ്റ്റ് ഒന്ന് കയറിയതാണ് എൻ്റെ ഒരു ആഗ്രഹത്തിന്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തോന്ന്. പക്ഷെ എനിക്ക് എന്തോ ഒരു പേടി. എനിക്ക് അവനെടുക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ അവനെ കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ പോവുകയാണ് കേട്ടോ. വിഷ്ണു, ഞങ്ങൾ വന്ന ബൈക്ക് വിഷ്ണു എടുത്തു കേട്ടോ. അപ്പം നമ്മൾ പോവുകയാണ്. പോകുന്ന വഴി എനിക്ക് ക്ലോത്ത് നോക്കാനുണ്ട്. അമ്മയൊക്കെ ഇവിടുന്ന്, അപ്പൂൻ്റെ അമ്മയും അവിടുന്ന് അമ്മയൊക്കെ ഡ്രസ്സിന് ഓണക്കോടി എടുക്കാനായിട്ടുള്ള ക്യാഷ് തന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വകയിൽ നമുക്ക് ഓണക്കോടി എങ്ങനെ എടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാനൊരു ക്ലോത്ത്, ഒരു ബിറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ ഏതാ എടുത്തതെന്ന് എനിക്കെന്നെ കൺഫ്യൂഷനാണ്. ഇതാണോ അതാണോ ഇനി വേറെ വല്ലതാണോ എന്ന്. ഒരെണ്ണം എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ റിട്ടേൺ ഡേ പോവുകയാണ്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങളെ കുടുകുടുവിൽ പോവാണ്. അമേലിയാണ് കേട്ടോ കുടുകുടു എന്ന് പറയല്. സോ ഞങ്ങളെ കുടുകുടുവിൽ പോയി വീട്ടിലെത്തി കേട്ടോ. വീട്ടിലെത്തി നമ്മൾ പിന്നെ അമ്പലത്തിൽ പോവുകയാണ് ഉത്രാട സദ്യ കഴിക്കാൻ. അമ്മയും മേമ്മമാരൊക്കെ മുന്നിൽ പോയിട്ടുണ്ട്. അബിയും ഫ്രണ്ട്സും ആണ് കേട്ടോ ഈ വരുന്നത്. എനിക്ക് ഫ്രണ്ട്സിൻ്റെ എല്ലാവരുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അബി, ആദി, ബാക്കി ഫ്രണ്ട്സാണ്. അപ്പോൾ അവരൊക്കെ സദ്യയൊക്കെ കഴിച്ച് വരികയാണ്. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവാം കേട്ടോ. വണ്ടി പിന്നെ വീട്ടിൽ നിർത്തിയിട്ടു. അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. നാട്ടിലെ ഒരുവിധം എല്ലാവരും ഉണ്ടായിരുന്നു. കുറേ പേര് കുക്കിങ്ങിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ 3 പൂക്കൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. 3 വലിയ പൂക്കളും സെറ്റാക്കിയിട്ടുണ്ട്. ഓരോ നടക്കിലും ഇട്ടിട്ടുണ്ട്. ഇത് ഓരോ ദേശക്കാരാണ് ഇട്ടതെന്നാണ് തോന്നുന്നത്. ഇതിലേതാ നമ്മുടെ പൂക്കളെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ. ഒരെണ്ണം വന്നിട്ട് ഇതാണ്. രണ്ടാമത്തത് എനിക്കിഷ്ടപ്പെട്ടത് കുറച്ചുകൂടെ ഒരു ഭംഗി നേരിട്ട് കാണുമ്പോൾ രണ്ടാമത്തെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ രണ്ടാമത്തെ കാണാൻ പോവുകയാണ്. രണ്ടാമത്തെ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതൊന്നും കൂടെ ഒരു ഫിനിഷിങ് ലുക്ക് എനിക്ക് തോന്നി. ഇനി അവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ദേശത്തെ അമ്പലം വന്നിട്ട് ഏറാമ്പ്ര അമ്പലം എന്നാട്ടോ പറയാറ്. അപ്പം 3ാമത്തെ പൂക്കളം കാണാനായിട്ട് നമ്മൾ പോവാണ്. ഇതാണ് 3ാമത്തെ പൂക്കളം വന്നിട്ട്. ഇത് ആദ്യത്തെ അത്രയുടെ സൈസില്ല, എന്നാൽ പോലും ഓക്കെയാണ്. പിന്നെ നമ്മൾ നേരെ ക്യൂ നിൽക്കുകയാണ്. പക്ഷെ അധികം ക്യൂ നിൽക്കേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കയറാൻ പറ്റിയിട്ടോ. അപ്പോൾ ഇവിടെ ഭക്ഷണപ്പുരയിൽ കയറി നമ്മളിതേ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പൂൻ്റെ ഫ്രണ്ട് നിഖിലുണ്ടായിരുന്നു. വിഷ്ണുവും ഞാനും അപ്പു ആയിരുന്നിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇതിന് മുന്നത്തെ ട്രിപ്പിൽ ഇരുന്നു കേട്ടോ ഞങ്ങൾ വരുമ്പോഴേക്ക്. അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഉള്ളൊരു അടിപൊളി സദ്യ തന്നെയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ അമ്പലത്തിലെ സാമ്പാർ സദ്യയൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ വീട്ടിലെത്തി. ഞാൻ 1 മണിക്കൂർ ഉറങ്ങി കേട്ടോ. ഞാനും അപ്പോൾ നല്ല ടയേർഡായിരുന്നു. 1 മണിക്കൂറൊന്ന് ഉറങ്ങി. ഇനിയാണ് നമ്മൾ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നത്. വീട്ടിൽ ക്ലീൻ ആക്കാനുണ്ട് മുകളിൽ. ഇതുവരെ വർക്കും യൂട്യൂബിൻ്റെതും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ടൈമേ ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അമ്മയ്ക്കായാലും കുറച്ച് സിറ്റുവേഷൻ കാരണം ടൈമില്ലായിരുന്നു. അപ്പോൾ താഴെ ആയിരിക്കും എന്നും നമ്മൾ ക്ലീൻ ആക്കുക കാര്യങ്ങളൊക്കെ. അപ്പോൾ മുകളിൽ ഓണടുപ്പിച്ച് ക്ലീൻ ആക്കാമെന്ന് കരുതി ഇന്നാണ് ഇപ്പോൾ ക്ലീൻ ആക്കുന്നത്. ഇതൊക്കെ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഓരോ തവണ ഇടുന്ന ഡ്രസ്സും അലക്കിയ ഡ്രസ്സും ഒക്കെ ഉണ്ട്, ഒക്കെ സെറ്റാക്കാനുണ്ട്. ഓണം കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് എൻ്റെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കാൻ. കുറച്ച് പ്ലാനൊക്കെ ഉണ്ട്. നമ്മൾ റൂം മേക്ക് ഓവറൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് അപ്പോൾ വന്നിട്ട് എനിക്ക് മാറാലൊക്കെ തട്ടി തന്നിട്ടോ. നിങ്ങളവിടെ എന്താ പറയുക, ഇത് പല നാട്ടിലുള്ളവർ കാണുമെന്ന് എനിക്ക് തോന്നുന്നു.
സോ ഞങ്ങൾ മാറാല എന്നാണ് പറയുക ചിലന്തി വലയ്ക്ക്. അപ്പോൾ അതൊക്കെ അപ്പു തട്ടി തന്നിട്ടുണ്ടായിരുന്നു. ഞാനിനി ഒന്ന് അടിച്ചു വാരി തുടച്ചിടുക. അപ്പോൾ സാധനമൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ട് കേട്ടോ. സാധനം വാങ്ങാനുണ്ട്, അവനൊരു ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് അവൻ പോയി. ഡ്രസ്സ് എടുക്കാൻ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതിനുള്ള സമയമില്ല ഇന്ന്. ഇതൊക്കെ കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുമ്പോഴേക്ക് തന്നെ നേരം 7 മണിയായി. ഇപ്പം ഞാൻ സ്റ്റിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ 6:30 ആവാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതേ അടിച്ചു വരാൻ തന്നെ എനിക്ക് നല്ല സമയം എടുക്കും. ഇവിടെ നല്ല പൊടിയാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇതേ വീഡിയോയ്ക്ക് എടുത്തതും ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോൾ ഇടുന്ന ജീനായിരിക്കും. അങ്ങനെ 2-3 ജീനുണ്ട് ഇനി. ഇതൊക്കെ ഈ മഴയത്ത് എങ്ങനെ ഞാൻ അലക്കി സെറ്റാക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എനിക്ക് പറയാനുള്ളത് കേട്ടോ, നിങ്ങളിനി പുതിയ വീട് വെക്കുന്നവരാണ്, എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 നില വീടും കൂടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിൽ ഓടിടാൻ നിൽക്കണ്ട കേട്ടോ. 8ൻ്റെ അല്ല 16ൻ്റെ പണി കിട്ടും. ഇത്രയും പൊടി വരാൻ കാരണം ഞാൻ മനസ്സിലാക്കിയത് ഓട് വീടായിട്ടാണ്. നല്ല ചിലന്തീൻ്റെ ശല്യം നല്ലോണം ഉണ്ട് ഗൈസ്. നല്ലോണം എന്ന് പറഞ്ഞാൽ നല്ലോണം ഉണ്ട്. അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ കുറച്ച് ഉള്ളേരിയ, കാട് അങ്ങനെയൊക്കെയുള്ള ഏരിയ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓട് വീട് എടുക്കാൻ നിൽക്കേണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ വേഗം ഞാൻ തുടയ്ക്കാനൊക്കെ നിന്നും. അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളിലുണ്ട്. നല്ല ടൈം എടുത്താട്ടോ ചെയ്ത്. നിങ്ങൾ കാണുമ്പോൾ ഇത് ഒന്ന് അങ്ങോട്ടാക്കുക ഇങ്ങോട്ടാക്കുക എന്നൊക്കെ തോന്നും. നല്ല ടൈം എടുത്തിട്ട് 1.5 മണിക്കൂർ എടുത്തിട്ടാണ് ഞാൻ ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയുന്നത് കേട്ടോ. ഒന്നാമത് നല്ല ടയേർഡും ആയിരുന്നു. ഇനിയിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിയുമോ ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോർട്സ് ഇനിയിപ്പോൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് നാളത്തേക്കുള്ള സദ്യവട്ടങ്ങളിലേക്കുള്ള പച്ചക്കറി കാര്യങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട്, തേങ്ങ ചിരകാനുണ്ട്. അങ്ങനെ നാളത്തേക്കുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് സെറ്റാക്കണം. അങ്ങനെയാണല്ലോ എല്ലായിടത്തും. ഇന്ന് രാത്രി ആയിരിക്കില്ലേ ഒരു ഓണത്തിൻ്റെ ഒരു മയം വരിക. കാരണം നാളത്തേക്കുള്ള ഒരുക്കങ്ങളും പൂക്കളരിഞ്ഞ് വയ്ക്കാൻ ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കരുതി ഞാൻ വേഗം തന്നെ ഇപ്പം തന്നെ സെറ്റാക്കുകയാണ്. അപ്പോൾ നാളെ വന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങളെ പ്ലാന്? എവിടെയെങ്കിലും പോകുന്നുണ്ടോ? വീട്ടിൽ തന്നെയാണോ സെലിബ്രേഷൻ? എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. നാളെ വന്നിട്ട് ഞാൻ ടെമ്പിളിൽ പോകുമെന്ന് വിചാരിക്കുന്നു രാവിലെ. അതുപോലെ സദ്യ കാര്യങ്ങൾ പ്രിപ്പറേഷൻസ്, പിന്നെ വീട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നാളത്തെ എൻ്റെ ഒരു തിരുവോണ ദിവസം വന്നിട്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നാളത്തെ വ്ളോഗ് വേണോ വേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് എൻ്റെ ഓണം വിശേഷങ്ങളൊക്കെ പറയാനുള്ളത്. ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോയി. ഇപ്പം തന്നെ വൈകുന്നേരം ആയിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു തിരുവോണ ദിനാശംസകൾ. എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ഓണം ആശംസിക്കുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.